നിങ്ങൾ ഒരു ചാനൽ തുടങ്ങിയില്ല, പക്ഷെ അതിന്റെ പുറകെ നിങ്ങൾ ഇട്ടിട്ട് നാൾക്ക് അതിന്റെ മുകളിൽ കുറേ ആൾക്കാർ കളിയാക്കി നിങ്ങളെ കൊല്ലും. ഇല്ല കളിയാക്കി നിങ്ങളെ കൊല്ലും. ഇല്ല വേറെ അത്രയധികം കളി. കാരണം ഞാനൊക്കെ അനുഭവിച്ചൊരു വേദന പറഞ്ഞത് എന്നെ അത്ര കളിയാക്കി. ഇല്ല വേറെ ഒന്നുമില്ല. ഇപ്പൊ പണിക്ക് ഭയങ്കര ആയിരുന്നു. ഇപ്പോ പണിക്ക് വരുമ്പോ നീ വ്ളോഗൊക്കെ വരും. വ്ളോഗൊക്കെ ചില പാട്ടികൾ വെക്കും. 5 മണിക്കൊക്കെ വ്ളോഗൊക്കെ വരുന്നത്. പാട്ടിൽ ഇട്ടെങ്കിൽ തന്നെ അതിനെ പറ്റി എന്തൊക്കെയോ പാട്ടാക്കി. കാരണം ചിലപ്പോൾ 20 ആൾക്കാരുണ്ടാവും പണിക്ക് വന്നപ്പോഴും. ആ 20 ആൾക്കാരെ മുമ്പിൽ വെച്ചിട്ട് കളിയാക്കും. ഇങ്ങനത്തെ പരിപാടി ഉണ്ട്. എന്താണ് ഇങ്ങനെ ഇട്ട് കളിയാക്കും മുമ്പിൽ. കാരണം നമ്മളെ എല്ലാവരും ചുറ്റിട്ടുണ്ടാവും. നമ്മളെ ഫേസ് വെച്ച് കളിയാക്കും എല്ലാവരും. ആ വീഡിയോസ് കളിയാക്കി മീൻസ് നമ്മളെ അതെടുത്ത് ഓർക്കെന്താ വേണ്ടത്. ഇപ്പൊ നമ്മളെ താഴത്ത് നമ്മളെ ചില കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ വീഡിയോ പറയുമ്പോ ഈ ചുറ്റുമുള്ള ഈ 19 പേര് ചിരിക്കും. ഈ ഒരുത്തന്റെ വാക്കുകളിൽ 19 പേര് ചിരിക്കും. അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥ നോട്ടെ. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അതൊന്നും നിങ്ങൾ ഒരു മൈൻഡ് വരാക്കാൻ ആവശ്യമില്ല. നിങ്ങൾ ഇതിലേക്കില്ല. ഈ ചുറ്റുള്ള 20 പേര് കളിയാക്കും. പക്ഷെ വേറെ സംഭവം അതേ ചുറ്റുപാട് ഒരു നാളില് 20 ഡബിളായിട്ട് വരും. അതൊന്നും ചിന്തിക്കണ്ട. കളിയാക്കുന്നവരുടെ മൊത്തം ഞാൻ പറഞ്ഞത് ആ കളിയാക്കുന്ന ആരിൽ ഒട്ടയിൽ അയവിലുണ്ടെങ്കിൽ നന്നായിട്ട് തരാം. ഇന്നോട് ഞാൻ പറഞ്ഞത് ഓക്കെ. കാരണം ഞാൻ അത്രയധികം അനുഭവം ഈ പണിക്കൂടി നമ്മുടെ 20 ചിലപ്പോൾ 40 പിള്ളമാരൊക്കെ ചുറ്റും. കാരണം ഇവരെ മുമ്പായിട്ട് ഒരാൾക്ക് അപമാനിക്കുമ്പോ എത്ര കേട്ടാവും. മനസ്സിലായ അങ്ങനെ ഞാൻ എത്രയാണ് കുറെ നാൾക്ക് ഇങ്ങനെ ചൊടിച്ച് മിണ്ടാണ്ടിരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടാ ചാനൽ. നിങ്ങൾക്ക് അങ്ങനെയാണ് ഈ ലൈവ് കാണുന്ന എന്നെ ഇങ്ങനെയല്ല. ഞാൻ ഈ ലൈവ് കാണുന്ന ഇപ്പൊ ഹാപ്പിയിൽ ചിരിച്ച് കളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ പുറകിൽ കുറെ ആൾ നല്ലൊരു കളിക്കുന്നുണ്ട്. അത്ര കളിയാക്കും. അത് ഇപ്പൊ ഒരുത്തങ്ങളായിരിക്കും അടുത്ത് തുടങ്ങുമോ അതിനെ പറ്റി ഇങ്ങനെ പറയാം. അങ്ങനത്തെ സംഭവം ഉണ്ട്. ഇങ്ങനെ ചാനൽ പറഞ്ഞാൽ മനസ്സിലാവാൻ കഴിയില്ല. നിങ്ങൾ തുടങ്ങിയ ഫേസ് കാണിച്ച് നിങ്ങൾ ഈ